ഒരുക്കിയിട്ടും പോലീസിന്റെ കൺമുന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സാഹചര്യം, അവരുടെ വാഹനം തകർക്കുന്ന സാഹചര്യം, DCP അടക്കമുള്ളവർ കയ്യിലേറ്റ പരിക്ക്, DCPയുടെ കയ്യിലേറ്റ പരിക്കടക്കം ഇപ്പോൾ ഈ പോലീസ് CPM നേതാക്കളെ കാണിക്കുകയാണ്. തിരുവനന്തപുരം DCPയാണ് ദൃശ്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. ആ സാഹചര്യം അത് കാണിക്കുകയാണ് അദ്ദേഹം. CPM നേതാക്കളെ പോലും ഇത്ര അധികം സംഘർഷാത്മക സാഹചര്യം ഉണ്ടായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ, അവരെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് DCP അടക്കമുള്ളവർക്ക് പരിക്കേറ്റത്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രതികളെ പിടികൂടാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് പോലീസ്. പലതവണ ചർച്ച നടത്തിയതാണ്, പലതവണ സമവായ നീക്കങ്ങൾ നടത്തിയതാണ്. ഇപ്പോൾ എന്നിട്ടും പിന്മാറാൻ പോലീസ് തയ്യാറല്ല. പ്രവർത്തകരെ അകത്ത് കയറി കസ്റ്റഡി എടുക്കാൻ അനുവദിക്കില്ല നിലപാടിൽ CPM ഉറച്ചു നിൽക്കുന്നു. തികച്ചും സംഘർഷാത്മകമായ ഒരു സാഹചര്യം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. അവരുമായും ചർച്ച നടത്തുന്നു CPM സംസ്ഥാന നേതാക്കൾ. ജില്ലയിലെ പ്രധാനപ്പെട്ട CPM നേതാക്കൾ ഒക്കെ ഇവിടെയുണ്ട്. സംസ്ഥാന തലത്തിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഇവിടെ തമ്പടിച്ചിരിക്കുന്നു. ഇത് CPMന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസാണ്. അതിനൊപ്പം തന്നെ CPMന്റെ പാളയം ലോക്കൽ കമ്മിറ്റി ഓഫീസും പ്രവർത്തിക്കുന്ന ഇടമാണ്. ഇപ്പോൾ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയാണ്. ഒരു പക്ഷേ ഒരു നടപടിയിലേക്ക് തന്നെ വീണ്ടും കടക്കാനുള്ള ശ്രമമായിരിക്കാം. പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വീണ്ടും വെങ്കടേഷിനടുത്തേക്ക് കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ എത്തുന്നു. അദ്ദേഹവുമായി സംസാരിക്കുകയാണ് പോലീസ് നേതൃത്വം. ഇത് വലിയൊരു പ്രശ്നമായി ഇതിനകം മാറിക്കഴിഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതികളെ പിടികൂടണം, അത് പോലീസിന്റെ ഒരു അഭിമാന പ്രശ്നമായി നിൽക്കുന്നു. CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നേതാക്കൾ നിൽക്കുമ്പോൾ, സംസ്ഥാന നേതാക്കൾ അടക്കം നിൽക്കുമ്പോൾ അവിടെ കയറി പ്രവർത്തകർ അറസ്റ്റ് ചെയ്താൽ CPMനും അത് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ വീട്ടിനെ അദ്ദേഹത്തെ മണിക്കൂറുകളോളം തടങ്കലിൽ വെച്ചതുപോലെ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പരിശോധന നടത്തിയതിലെ പ്രതിഷേധമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിലെ രോഷമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ആസൂത്രിതമല്ല, സ്വാഭാവികമായി സംഭവിച്ചു പോയതെന്ന് പറയുമ്പോഴും അവിടെ ഒരു ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ട്. ഡ്യൂട്ടിയിലുള്ള, അതും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം അന്വേഷണത്തിനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് കയ്യേറ്റം ചെയ്തത്. അവർക്കാണ് പരിക്കേറ്റത്. അവരുടെ വാഹനത്തിൻ്റെ മുൻ ഗ്ലാസ്സാണ് ഒരു വാഹനത്തിൻ്റേത് അടിച്ചു തകർത്തത്. അതും DCP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ. DCPക്കടക്കം അതിൽ പരിക്കു പറ്റിയിട്ടുണ്ട്. ആ അക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു രീതിയിലും ഇതൊരു അങ്ങനെ പൊറുക്കാവുന്ന, വെറുതെ വിടാവുന്ന കുറ്റമല്ല. സാധാരണഗതിയിൽ രാഷ്ട്രീയ സമരങ്ങളിൽ സംഘർഷമുണ്ടാകുമ്പോൾ പ്രവർത്തകരെ പിന്നീട് ഹാജരാക്കുന്ന പതിവുണ്ട്, അല്ലെങ്കിൽ പിന്നീട് അവരെ അറസ്റ്റ് ചെയ്യുന്ന പതിവുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്രയധികം പോലീസിനെ നാണക്കേടിലാക്കിയ, പോലീസിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളിൽ വലിയ പാളിച്ചയുണ്ടെന്ന് വിമർശനം ഉയർന്നു വന്ന ഒരു സംഭവത്തിൽ അങ്ങനെ പിന്മാറാൻ പോലീസ് ഒരുക്കമല്ല. അഥവാ ഒരുങ്ങിയാലും അവർക്ക് അതിന് കഴിയില്ല. പ്രത്യേകിച്ചും CPM ഇപ്പോൾ പ്രതിപക്ഷത്താണ്. സർക്കാരിൽ നിന്ന് സ്വാഭാവിക സമ്മർദ്ദമുണ്ടാകും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ആ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടാകും. പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ കടുത്ത നടപടിയിലേക്ക് പോകണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ADGP തന്നെ നേരിട്ട് ഇവിടേക്ക് എത്തി ഒരു ആക്ഷന് നേതൃത്വം നൽകാനുള്ള ശ്രമം നടക്കുന്നത്. അവസാനവട്ട ചർച്ചയാണ്. പോലീസ് ഉള്ളിൽ പ്രവേശിക്കും മുമ്പ് അത് ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇനിയെങ്കിലും പ്രവർത്തകരെ വിട്ടു നൽകിയാൽ, ഈ പോലീസ് ആവശ്യപ്പെടുന്ന പ്രവർത്തകരെ വിട്ടു നൽകിയാൽ ഒരു ആക്ഷനിലേക്ക് പോകാതെ കാര്യങ്ങൾ അവസാനിപ്പിക്കാമെന്നൊരു വാക്കായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ADGP അടക്കമുള്ളവർ നൽകുന്നത്. പക്ഷേ CPMന്റെ നിലപാട്, ഈ പോലീസ് പറയുന്ന ആളുകൾ ഈ ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിലില്ല, അവർ ഇവിടെ ഇല്ല, അങ്ങനെ അവരെ വേണമെങ്കിൽ പിന്നീട് പാർട്ടി ഇടപെട്ട് അവരെ സ്റ്റേഷനിലേക്ക് എത്തിക്കാം, അവരെ സറണ്ടർ ചെയ്യിക്കാം എന്നുള്ളതാണ്. പക്ഷേ അതിന് പോലീസ് ഒരുക്കമല്ല. പാർട്ടി ഓഫീസിനുള്ളിലേക്ക് കയറാൻ അനുവദിക്കുന്ന നിലപാടുമായി CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഉണ്ട്. ഇപ്പോൾ ചില പ്രവർത്തകർ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് ആവശ്യപ്പെട്ടവരാരെങ്കിലും ഇതിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. CPMന്റെ ജില്ലാ സെക്രട്ടറി അംഗം ഹരികുമാർ അടക്കമുള്ളവരുണ്ട്, ബിനീഷ് കോടിയേരിയുണ്ട്, മറ്റ് പ്രവർത്തകരുമൊക്കെ ഉണ്ട്. ഇവരാരെങ്കിലും ഈ പോലീസ് ആവശ്യപ്പെട്ടവരാരെങ്കിലും ഇക്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവരെ കസ്റ്റഡി എടുക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് പോയേക്കാം. ഏതായാലും ഇപ്പോൾ പ്രവർത്തകർ മുന്നോട്ട് വരികയാണ്, നേതാക്കളും ഇവിടെ ഉണ്ട്. ഏതായാലും പോലീസ് പിന്മാറാൻ ഒരുക്കമല്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. CPM നേതാക്കളും കൂടുതൽ പേർ ഇവിടേക്ക് എത്തുകയാണ്, പ്രവർത്തകർ എത്തുകയാണ്. അങ്ങനെ രണ്ട് കൂട്ടരും സംഘടിച്ച് നിൽക്കുമ്പോൾ എന്താണ് ഇനി പോലീസിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ എന്നതാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ V. ജോയി സംസാരിക്കുകയാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥരോട്. എന്താണ് തങ്ങൾക്ക് പറയാനുള്ളതെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ചില പ്രവർത്തകർ ഇപ്പോൾ ഇതിനകം തന്നെ ചില പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. നേതാക്കളുടെ
സാന്നിധ്യത്തിൽ തന്നെ എന്താണ് സാഹചര്യമെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ പോലീസ് ആവശ്യപ്പെടുന്ന ആളുകളിൽ ആ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ടോ എന്നൊക്കെയാണ് അറിയേണ്ടത്. എന്താണെങ്കിലും അവിടെ കാര്യമായി തന്നെ ചർച്ചകൾ നടക്കുന്നു. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന്. ഡാൻ, ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി അവിടെ നേരിട്ട് എത്തി അവിടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സാഹചര്യം അത്യപൂർവമാണ്. ഇത് ഒരു ആക്ഷനിലേക്കോ എന്തിലേക്കോ പോയാൽ പോലും ഇത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നത് വിരളമാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഈ അറസ്റ്റ് അവിടെ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വേണം എന്നുള്ള നിലപാടിൽ നിന്ന് മാറ്റമില്ലേ പോലീസിന്? 10 പേരുടെ പട്ടികയാണ് പോലീസ് CPM നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ നേരിട്ട് ഉൾപ്പെട്ട 10 പേരുടെ പട്ടികയാണിതെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആ 10 പേരെ പിടികൂടാതെ ഇവിടുന്ന് പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ്. അതേസമയം ഇവിടെ നിന്ന് അവരെ പിടിക്കാനാകില്ല, അവരെ സ്റ്റേഷനിലേക്ക് എത്തിക്കാം എന്നാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് ഒരു കാരണവശാലും വഴങ്ങേണ്ടതില്ലെന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷ് നേരിട്ട് ഈ സ്ഥലത്തേക്ക് എത്തി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായി ജോൺ ബ്രിട്ടാസ് MP, അതോടൊപ്പം വി. ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. തിരുവനന്തപുരത്തിന്റെ റേഞ്ചിന്റെ ദക്ഷിണ മേഖലയുടെ ചുമതലയുള്ള ഹിമേന്ദ്രനാഥ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഒരു ആക്ഷനിലേക്ക് കടന്ന് ആ 10 പേരെയും അറസ്റ്റ് ചെയ്താൽ ഉണ്ടാകാനിടയുള്ള എല്ലാ ക്രമസമാധാന പ്രശ്നങ്ങളും നേരിടാൻ ഉറച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഈ പ്രദേശം മുഴുവൻ ഒരു പോലീസിന്റെ സർവൈലൻസിലേക്ക് ആക്കിയിട്ടുണ്ട്. പല ഭാഗത്തായി ഉദ്യോഗസ്ഥർ കൂട്ടമായി സംഘടിച്ച് തന്നെ നിൽക്കുകയാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കേണ്ടി വന്നാൽ അത് നേരിടാൻ തക്ക എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിക്കൊണ്ടാണ് പാളയത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ വശങ്ങളിലൊക്കെയായി പോലീസ് കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നത്.